Ranina Najib, consultant psychologist at Coot. Let me tell you how Malayalis feel about postpartum depression. പ്രസവത്തിന് ശേഷം മിക്ക അമ്മമാരിലും കണ്ടുവരുന്ന എന്നാൽ വേണ്ടത്ര ഗൗരവത്തോടെ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദം. സാധാരണയായി കണ്ടുവരുന്ന ബേബി ബ്ലൂസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണിത്. കുഞ്ഞു ജനിച്ച ആദ്യ ദിവസങ്ങളിൽ ചെറിയ തോതിലുള്ള സങ്കടം, കരച്ചിൽ പോലുള്ള മൂഡ് ചേഞ്ചസ് സ്വാഭാവികമാണ്. ഇതിനെയാണ് നമ്മൾ ബേബി ബ്ലൂസ് എന്ന് പറയാം. നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം മിക്ക അമ്മമാരും ഇതിലൂടെ കടന്നു പോകും. പക്ഷേ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഫറ്റീഗ്, സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തളർച്ച, എത്ര ഉറങ്ങിയാലും മാറാതെ ക്ഷീണം, ലോ ഇൻട്രസ്റ്റ്, ഒന്നിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥ, കാരണമില്ലാതെ ദേഷ്യം, സങ്കടം, പലപ്പോഴും കുഞ്ഞുമായി ഒരു ബോണ്ടിങ്, മാനസിക അടുപ്പം തോന്നാതിരിക്കുക. അത് പിന്നീട് ഞാൻ നല്ലൊരു അമ്മയല്ല എന്നുള്ളൊരു ചിന്തയിൽ കൊണ്ടെത്തിക്കും. ഒരു ഗിൽറ്റ് സൈക്കിളിലോട്ട് പോകും. അതിനോടൊപ്പം ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, അതല്ലെങ്കിൽ അമിതമായ വിശപ്പ്, ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ് ആയിട്ട് കാണുന്നത്. ഇത് പിന്നീട് കാലങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ പോകുമ്പം ഒരു എക്സ്ട്രീം ആങ്സൈറ്റി കണ്ടീഷൻ, ഒബ്സസീവ് തോട്ട്സ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകൾ, അപൂർവമായി ചിലരിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് പോലുള്ള കണ്ടീഷനിലോട്ട് എത്താം. സോ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഇത് മറച്ചു വയ്ക്കാതെ കൃത്യസമയത്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. ശരിയായ തെറാപ്പിയിലൂടെയും ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെയും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണിത്. ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ടു ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സേഫ്, നോൺ ജഡ്ജ്മെൻ്റൽ തെറാപ്യൂട്ടിക് സ്പേസിലേക്ക് എത്തുന്നതാണ്. അതിനായി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു സേഫ് തെറാപ്പി പ്ലാറ്റ്ഫോമാണ് കൂട്ട്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയ, ക്വാളിഫൈഡ് ആയ ഒരുപാട് തെറാപ്പിസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ടു റീച്ച് ഔട്ട് ടു കൂട്ട്. Hi, I'm Ranina Najib, consultant psychologist at Coot. Let me tell you how Malayalis feel about emotional self-regulation. നമ്മളിൽ പലരും ജീവിതത്തിൽ പലപ്പോഴായി കടന്നു പോകുന്നതാണ് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, സങ്കടം, അല്ലെങ്കിൽ നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥത. ഇതിനെയൊക്കെ നമ്മളെ ബാധിക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെയാണ് നമ്മൾ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഇമോഷൻസിനെ അടിച്ചമർത്താതെ, നമുക്കതിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുത്താതെ ഇമോഷൻസിനെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് ഇമോഷണൽ റെഗുലേഷൻ. നമ്മുടെ വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവുമ്പോൾ അത് നമ്മുടെ മൈൻഡ്, ബോഡി, എനർജി എല്ലാത്തിനെയും കാര്യമായി ബാധിച്ചു തുടങ്ങും. നമ്മുടെ ചിന്തകളൊക്കെ ഒരു ഓവർവെൽമിങ് സ്റ്റേജിലോട്ട് പോകും. എപ്പോഴും നമുക്കൊരു തളർച്ച, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ ഇമോഷൻ റെഗുലേഷൻ ഡിഫിക്കൽട്ടി കാരണവും വരാം. ഇത് പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും ബാധിക്കും. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഇൻറ്റൻസ് ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം, സങ്കടം വരിക, ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സാധാരണ നിലയിലേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കുക, ആലോചിക്കാതെ ഇമോഷൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന രീതി, അതായത് ഇമ്പൾസീവ് റിയാക്ഷൻ ഉണ്ടാവുക, ഓവർ തിങ്കിങ്, റൂമിനേഷൻ, ഇങ്ങനെ പറയുന്ന സ്റ്റേജിലോട്ട് പോവുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടി, കൺട്രോൾ കിട്ടാൻ വേണ്ടി അവയെ പാടെ അവഗണിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇത് നമ്മളെ എത്തിക്കാം. സോ നിങ്ങളുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് എഫക്റ്റ് ആവുന്നു, ഒരു ഇമോഷണൽ എക്സോഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ്. വിത്ത് റൈറ്റ് ഇമോഷണൽ മാനേജ്മെൻറ്റ് ടെക്നിക് നമുക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. സോ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് ടു ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സേഫ്, നോൺ ജഡ്ജ്മെൻ്റൽ തെറാപ്യൂട്ടിക് സ്പേസാണ്. അതിനായി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു തെറാപ്പി പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്. സോ ഇഫ് യു ഫീൽ ലൈക്ക് യു നീഡ് എ ഹെൽപ്പ്, ടു റിമെമ്പർ കൂട്ട് ഈസ് ഹിയർ.